സഞ്ജു സാംസനെ ഒഴിവാക്കി ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചതിൽ BCCIക്കെതിരെ വ്യാപക വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. അവസാനം കളിച്ച രാജ്യാന്തര ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ നിന്നും താരത്തെ മാറ്റി നിർത്തുന്നതിനെതിരെ മുൻ താരങ്ങൾ ഉൾപ്പെടെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ എന്തുകൊണ്ടാണ് ഏകദിന പരമ്പരയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന കാര്യത്തിൽ വ്യക്തത നൽകിയിരിക്കുകയാണ് BCCI സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാക്കർ. ശ്രീലങ്കൻ പര്യടനത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യത്തിൽ അഗാക്കറുടെ പ്രതികരണം. കാർ അപകടത്തിൽ പരിക്കേൽക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി 3 ഫോർമാറ്റിലും കളിച്ചിരുന്നത് ഋഷഭ് പന്താണ്. വിദേശത്ത് ടെസ്റ്റ് മത്സരങ്ങളിലടക്കം ഇന്ത്യയുടെ ജയങ്ങളിൽ നിർണായക പ്രകടനങ്ങൾ പന്ത് നടത്തിയിട്ടുണ്ട്. പരിക്കിൽ നിന്ന് മുക്തനായ പന്ത് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി T20 ക്രിക്കറ്റിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയക്കെതിരെ അടക്കം നിർണായക പരമ്പരകളാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് വരാനുള്ളത്. ഈ സാഹചര്യത്തിൽ തിരിച്ചുവരവിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് പന്തിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയത്. പന്തിനെ സ്ക്വാഡിലേക്ക് പരിഗണിച്ചപ്പോൾ സഞ്ജു ഉൾപ്പെടെ പ്രധാനികളായ ചില താരങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനം നഷ്ടമായി. മികവ് കാട്ടാനായില്ലെങ്കിൽ ഇപ്പോൾ അവസരം ലഭിച്ചവർക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകും. കാരണം അവർക്കുള്ള പകരക്കാർ തങ്ങളുടെ അവസരത്തിനെ കാത്തിരിക്കുകയാണ്. പുറത്തുള്ളവർ മികവ് തുറന്നുകൊണ്ടിരിക്കണം എന്നുമാണ് പറയാനുള്ളത്, അജിത് അഗാക്കർ പറഞ്ഞു.